അനൂപ് ജേക്കബിന് പൗരസ്വീകരണമൊരുക്കി UDF പിറവം മണ്ഡലം കമ്മിറ്റി. കേരള കോൺഗ്രസ് ആസ്ഥാനമായ കൈരളിയിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ മന്ത്രിയെ പഴയ ബസ് സ്റ്റാൻഡിലെ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചു. MP ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്ത സ്വീകരണ യോഗത്തിൽ നിരവധി UDF നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. മന്ത്രി അനൂപ് ജേക്കബിന് UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിറവത്ത് പൗരസ്വീകരണം നൽകി. കേരള കോൺഗ്രസ് ആസ്ഥാനമായ കൈരളിയിലെത്തിയ മന്ത്രിയെ നൂറുകണക്കിന് UDF പ്രവർത്തകർ സ്വീകരണം നൽകുകയും തുടർന്ന് പ്രവർത്തകർ അകമ്പടിയോടെ മന്ത്രി അനൂപ് ജേക്കബിനെ പഴയ ബസ് സ്റ്റാൻഡ് കവലയിലേക്ക് ആനയിച്ചു. MP ഫ്രാൻസിസ് ജോർജ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി ഈ മുന്നണിയെ അംഗീകരിക്കുകയും ഇതിനെ വിജയിപ്പിക്കുകയും വരുന്ന 5 വർഷക്കാലം കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി സംസ്ഥാനത്തിന് വേണ്ടി നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് ആ തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കി ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് അത് നിലനിർത്തി മുന്നോട്ട് പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഞാൻ പ്രിയമുള്ളവരെ വളരെ വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു, ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം ഒന്നടങ്കം ജനങ്ങളുടെ ഈ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരും. UDF നിയോജക മണ്ഡലം ചെയർമാൻ KR ജയകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മിഷൻ 2026 എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് 63 MLA-മാരുണ്ടാകും എന്ന് പറഞ്ഞത് ഈ രാജ്യത്തെ എല്ലാ പ്രവാചകന്മാരും ഇത്തരം ഇലക്ഷൻ പ്രവചനം നടത്തുന്നവരെ പോലും അട്ടിമറിച്ചുകൊണ്ട് VD സതീശന്റെ വാക്കുകൾ 100% സത്യമായിക്കൊണ്ട് കേരളത്തിന്റെ അസംബ്ലിയിൽ 63 കോൺഗ്രസ് MLA-മാരുണ്ടായി എന്നുള്ളത് ചരിത്രപരമായ ഒരു വിജയമായി ഞാൻ കാണുകയാണ്. സ്വീകരണത്തിന് നന്ദി അറിയിച്ച മന്ത്രി അനൂപ് ജേക്കബ് ടീം UDF പ്രകടന പത്രികയിൽ ജനങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കുമെന്ന് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. UDF-നെ സംബന്ധിച്ച് കേരളത്തിൽ ഏറ്റവും അഭിമാനകരമായ ഒരു വിജയത്തെയാണ് നമ്മൾ ഇന്ന് നോക്കിക്കാണുന്നത്. കേരളം ആഗ്രഹിച്ച ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇന്നുണ്ടായിരിക്കുന്നത്. കേരളം ആഗ്രഹിച്ചത് എന്ന് ഞാൻ പറയുമ്പോൾ കേരളത്തിൻ്റെ എല്ലാ ജനവിഭാഗങ്ങളും, അതിൽ ഇടതുപക്ഷവുമുണ്ട്, വലതുപക്ഷവുമുണ്ട്, രാഷ്ട്രീയമുള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്, എല്ലാവരും ആഗ്രഹിച്ച ഒരു വിജയമാണ് UDF-നെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. നിരവധി UDF നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ സജീവമായി പങ്കെടുത്തു. ജെയ്സൺ ജോസഫ്, IK രാജു, ആശ സനൽ, KR പ്രദീപ് കുമാർ, സുനിൽ ഇടപ്പലക്കാട്ട്, PC ജോസ്, R ഹരി, TN വിജയകുമാർ, MA ഷാജി, ഷാജു ഇലഞ്ഞിമറ്റം, അരുൺ കല്ലായിക്കൽ, KJ ജോസഫ്, MM ബഷീർ, MP ജോസഫ്, റെജി ജോൺ, തോമസ് മല്ലിപ്പുറം, ഡോമി ചിറപ്പുറം, നിവിൻ ജോർജ്, തമ്പി ഇലവും പറമ്പിൽ, തോമസ് തേക്കുമൂട്ടിൽ, അന്നമ്മ ഡോമി, VJ ജോസഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പിറവത്ത് ശ്രീ അനൂപ് ജേക്കബ് വിജയിക്കുന്ന കാര്യത്തിൽ എനിക്ക് നിങ്ങൾക്ക് ഒരു സംശയമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് 40,000 എന്നൊക്കെ നമ്മൾ പ്രസംഗിച്ചെങ്കിലും 40,000 കടക്കുമോ എന്ന കാര്യം കുറിച്ച് നമുക്ക് ചില സന്ദേഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ പിറവത്ത് ജനങ്ങൾ തീരുമാനിച്ചു 44,681 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ പിറവത്ത് ചരിത്ര വിജയം നേടിയ ശ്രീ അനൂപ് ജേക്കബിന്റെ രാഷ്ട്രീയ മുന്നേറ്റം കേരളത്തിലെ ജനാധിപത്യ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമായി മാറി എന്ന കാര്യം സംശയമില്ല. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. ഇനി ജയിക്കാൻ 3 ബോളിൽ 18 റണ്ണാണ് വേണ്ടത്. 3 balls 18 runs. ചേട്ടാ കണക്ട് ആവണേ. ഹ്യൂമൻ ബേസിൽ ഓൺ സ്ട്രൈക്ക്. ബേസിൽ കണക്ട് ആവോ ഇല്ലയോ എന്ന് നോക്കാം. Oh, that's a 6. അതൊരു കിടിലൻ ഷോട്ട്. ഉഗ്രൻ കണക്ഷൻ. That's another 6. Last ball 6 runs. Is that a 6? Yes, it's a 6. Yeah. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ. നേടൂ EV സ്കൂട്ടറുകൾ, സ്മാർട്ട് TVകൾ, ബമ്പർ സമ്മാനമായി EV കാർ തുടങ്ങി 2 കോടിയുടെ സമ്മാനങ്ങൾ. കണക്ട് ചെയ്താൽ ജയമുറപ്പ്.